സൺഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ ചേട്ടായി പോയി കപ്പയും മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ചേട്ടായി തന്നെ കപ്പയൊക്കെ നുറുക്കി തന്നു. കുഞ്ഞും അതിനൊക്കെ കൂടി. ഞാൻ അപ്പോഴത്തേക്കും മീനൊക്കെ കഴുകി വൃത്തിയാക്കി വറുക്കാനുള്ള കുരുമുളകും മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോഴത്തേക്കാണ് അവിടെ കപ്പ കൊത്തി നുറുക്കി കഴിയുള്ളൂ എന്ന് തോന്നുന്നു. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങയും, ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തത്. തേങ്ങയും ഒരു 5-6 ചെറിയുള്ളിയും 2 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി അത് അരച്ചെടുത്തു. അപ്പോഴേക്കും കപ്പ കഴുകി വൃത്തിയാക്കി തന്നു കേട്ടോ. ഞാനതിലേക്ക് 2 സ്പൂൺ ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഇനി ആദ്യം നമുക്ക് മീൻ വറുക്കാം. കൊച്ചിന് ഈ ചെമ്പല്ലി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു പൂച്ച വന്നു. പൂച്ചയൊക്കെ ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കപ്പ റെഡിയായി. 2 പേർക്ക് മാത്രം കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ കാസറോളിലേക്ക് വെച്ചിട്ടാണ് ഇളക്കിയത് കേട്ടോ. പിന്നെ നമുക്കിനി മീൻകറി ഉണ്ടാക്കണം. ചെമ്പല്ലിയാണ് വാങ്ങിയിരിക്കണേ. മീൻകറിക്ക് കുഞ്ഞുള്ളി അരച്ച് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ട്, കരിവേപ്പില പറിക്കാനുള്ള പോക്കാണിത്. നമ്മുടെ വഴിയുടെ തൊട്ട് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് കരിവേപ്പില. ഇവിടെ അങ്ങനെ കരിവേപ്പിലകൾ അധികം വളരാത്ത സ്ഥലമാണ്. പിന്നെ ഒരു 4 കുടംപുളി എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ നമുക്ക് ഉള്ളി അരയ്ക്കാം. കുഞ്ഞുള്ളി അരച്ചുണ്ടാക്കുന്ന മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ 2 മണി കടുകും കൂടി ഇട്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ്. കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് കടുകും ഉലുവയും കരിയാപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഈ കുഞ്ഞുള്ളി അരച്ചതും കൂടി ഇടണം. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്ത് രുചിയാണെന്നറിയാവോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതൊരു 2-3 സ്പൂണും കൂടി ഇട്ട് നന്നായി ഇളക്കി അതിൻ്റെ അരപ്പെല്ലാം കൂടി ആയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ കുടംപുളി കലക്കിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 1.5 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെമ്പല്ലി മുറിച്ച് വെച്ചതൊന്നിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് പറിക്കാൻ പോവാം. വീടിൻ്റെ മുറ്റത്ത് മധുരക്കിഴങ്ങ് ഇങ്ങനെ വളർന്നിങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പാമ്പുണ്ടോ അല്ലെങ്കിൽ പെരിച്ചാഴിയുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ഇടയ്ക്ക് അതിനകത്തുനിന്ന് എന്തൊക്കെയോ ഇളകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ചേട്ടായിക്ക് അധികം വർക്കില്ലാത്തത് കൊണ്ട് മെല്ലെ അതും കൂടി ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മെല്ലെ ഒരു കുഞ്ഞു തൂമ്പയൊക്കെ എടുത്ത് കുഞ്ഞു കൂടെയുണ്ട് മധുരക്കിഴങ്ങ് പറിക്കാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആകെ ഒരു ചെറിയ 2 കുഞ്ഞു ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം മാത്രമുള്ള 2-3 മധുരക്കിഴങ്ങുകൾ കിട്ടി. കുഞ്ഞ് വെയിലത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു കത്തിയുണ്ട് കയ്യിൽ. പിന്നെ ആ മധുരക്കിഴങ്ങ് നട്ടിട്ട് ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ, മാക്സിമം ഒരു 4 മാസം. അപ്പോഴത്തേക്ക് ആ ചോട്ടിൽ മാത്രം, നട്ടതിൻ്റെ ചോട്ടിൽ മാത്രം നല്ല വലിപ്പത്തിനുള്ള 2 മധുരക്കിഴങ്ങ് കിട്ടി. ഇതിനിടയിൽ കൊച്ചിനെ കാണുന്നില്ല. പോയി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ട്രൈപോഡൊക്കെ എടുത്ത് ഓടുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മീൻ കറിയായി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞൊരു വിളി വന്നത്. അപ്പോൾ ചേട്ടായിയുടെ വർക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ അടുത്തുള്ള വർക്കുകളൊക്കെ ഞാനാണ് ചെയ്യാറ്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു ചെറിയൊരു സൈഡ് പാർട്ട്, അത്ര തന്നെ. നേരെ നടക്കാം. ചെന്ന് കുറേ കവുങ്ങും മറ്റേ കശുമാവും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു മലയൊക്കെ കാണാം. അങ്ങനെ ഒരു നെല്ലിമരച്ചോടും ഒരു കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞ് നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഇതൊരു കുഞ്ഞു മലയാട്ടോ. അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നീലക്കുറിഞ്ഞിയുടെ സൈസായിട്ടുള്ളൊരു
പൂവ് കണ്ടത്. പിന്നെ ആ ചെടിയുടെ കമ്പൊക്കെ ചോദിച്ച് മെല്ലെ വീട്ടിലേക്ക് നടന്നു. മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണല്ലോ അത്.